പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിൽ ഒരുപാട് നബിദിന ഘോഷയാത്രകൾ നടന്നിട്ടുണ്ട്. പക്ഷേ പല നബിദിന ഘോഷയാത്രകൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോവുകയാണ്. പാവപ്പെട്ട അഭയാർത്ഥികളായ ഫലസ്തീനിലെ മക്കളെ ഓർത്തുകൊണ്ട്, ഫലസ്തീനിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലെ നബിദിന ഘോഷയാത്രകളിലും പാവപ്പെട്ട അഭയാർത്ഥികളായ ഫലസ്തീനിലെ ജനങ്ങൾ ധരിക്കുന്നതായ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് പാവപ്പെട്ട ഫലസ്തീനിലെ മക്കൾ മരിച്ചു കൊടുക്കുന്ന ആ ചേതനമറ്റ ശരീരം ചുമന്നുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലിന്റെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട നബിദിനം ആഘോഷിക്കുന്ന ആ വേളയിൽ പോലും ആ ഫലസ്തീനിലെ മക്കളുടെ ചേതനമറ്റ ശരീരം പോലും ചുമക്കുന്ന രൂപത്തിൽ ഘോഷയാത്ര കണ്ടപ്പോൾ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത സങ്കടം തോന്നി പോവുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഫലസ്തീനിലെ മക്കൾക്ക് നീ ശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നാം മാതൃകയാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോ ദുആകളിലും ഓരോ പ്രാർത്ഥനകളിലും ഈ ഫലസ്തീനികളെ നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മുടെ സഹോദരങ്ങളാണ്. അല്ലാഹുവേ, പടച്ചവനെ, അവർക്ക് നീ സന്തോഷം നൽകണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നാം മാതൃകയാക്കേണ്ടത്?